അഡ്വക്കേറ്റ് BN ഭാസ്കർ നമുക്കൊപ്പം. 9 വർഷം ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഗമത്തിന്റെ യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നു, അതിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ വരുന്നു, കോടതിയടക്കം ഇടപെടുന്നു. ഇതൊരു വോട്ട് രാഷ്ട്രീയം മാത്രം നടത്തുകയാണോ, വിശ്വാസികളെ ആ തരത്തിലേക്ക് കാണുകയാണോ സർക്കാർ എന്ന് ചോദിക്കുന്നതിനിടയിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കും ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണോ? ഇങ്ങനെ മതേതര സർക്കാരിന് ഇങ്ങനെ മതങ്ങളെ വേർതിരിച്ച് സംഗമം നടത്തേണ്ട ആവശ്യമുണ്ടോ? അപർണ, ഇന്ത്യ ഒരു തിയോക്രാറ്റിക് രാജ്യമാകുന്നു എന്നതിന്റെ സൂചനകളും അതിന്റെ അപകടകരമായിട്ടുള്ള ഫലപ്രാപ്തിയുമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെന്നും ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്നും ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ആഗ്രഹിക്കുന്നിടത്താണ് ഇന്ത്യ ഒരു തിയോക്രാറ്റിക് രാജ്യമായി മാറ്റുന്നതിനു വേണ്ടി സംഘപരിവാർ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അത് സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പ് ആ വെല്ലുവിളികളെ സംബന്ധിച്ച് ആധികാരികമായി എന്താണ് പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സെമിനാർ മാത്രമാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ സംഗമം കൊച്ചിയിലോ കോഴിക്കോടോ നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ആഗോള അയ്യപ്പ സംഗമത്തെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമല്ല ന്യൂനപക്ഷ സംഗമം എന്ന് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ച്, ശബരിമലയുടെ വികസന സാധ്യതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വിശ്വാസ സമൂഹവുമായി നേരിട്ട് ഇടപെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിഭിന്നമാണ് ന്യൂനപക്ഷ സംഗമം അല്ലെങ്കിൽ എന്നത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. ഇത് ഒരേ സമയത്ത് ഹാസ്കർ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, പക്ഷേ ഇത് ഒരേ സമയത്താണ് ഇത് വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് വിവാദങ്ങൾ തീർന്നിട്ടില്ല, അതിൽ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുമ്പോൾ അതേ സമയത്ത് ഒരു ന്യൂനപക്ഷ സംഗമം സെമിനാർ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട എന്ന് തന്നെയാണോ? അല്ല, നിശ്ചയമായും അത് ചേർത്ത് വായിക്കപ്പെടാൻ പാടില്ല. അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ചിന്തകൾ കേരളത്തെ പോലുള്ള പുരോഗമനാത്മകമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നത് അഭിനന്ദനമർഹിക്കുകയും കേരളത്തിലെ പ്രതിപക്ഷം അത് വിശിഷ്യ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒരുമിച്ച് ചേർന്നു നിന്ന് വേണം ഇത്തരം ചിന്തകൾക്ക് ഒരുക്കം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതിന് പകരം ഇതിനെ രാഷ്ട്രീയമായി കാണുമ്പോഴാണ്, രാഷ്ട്രീയ പ്രക്രിയയായി കാണുമ്പോഴാണ് ഇതിൽ അപകടം പതിയിരിക്കുന്നത്. രാഷ്ട്രീയം മതത്തിലും മതം രാഷ്ട്രീയത്തിലും ഇടപെടരുത് എന്നുള്ളത് തന്നെയാണ് പ്രഖ്യാപിത ഇടതുപക്ഷ നയം. ആ ഇടതുപക്ഷ നയത്തിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഇപ്പോ ഇടതുപക്ഷം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നമുക്കറിയാമല്ലോ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരായിട്ടുള്ള 2 സഹോദരിമാർ, അവരനുഭവിച്ച പീഡനം, അവരുടെ ജയിൽവാസം, അതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയധികം സമയം മിനക്കെടുത്തി മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ചർച്ച ചെയ്യുന്നതിന്റെ കാരണം എന്തായിരുന്നു? ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഭീഷണി നേരിടുന്നു. കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ ക്രിസ്ത്യൻ മതസമൂഹത്തിന്റെ 4000-ഓളം ക്രിസ്തുമത വിശ്വാസ സ്ഥാപനങ്ങൾക്കു നേരെ, ക്രിസ്തുമത വിശ്വാസ പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടന്നു എന്നതാണ് അനൗപചാരിക കണക്കുകൾ നമുക്ക് മുന്നിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ ഒക്കെ ആകത്തുകയായി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇപ്പോ CAA വന്നു, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു. ഇത്തരം നിയമപ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ സംഗമം എന്ന വേദിയിലേക്ക് കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും പരിഹാരങ്ങൾ എന്താണെന്നുള്ളതുമാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നേരത്തെ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ചോദിക്കുന്നു. ഒന്ന്, ഉത്തരേന്ത്യയിലെ വിഷയങ്ങളടക്കമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് 9 വർഷത്തിന് ശേഷമാണോ വേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ഈ വിഷയത്തിനകത്ത് ഒരുമിച്ച് നിന്ന് പ്രതിഷേധം ഉയർത്തുന്ന പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി ഇതിനകത്ത് വേണ്ടേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇല്ലേ? ഇതൊന്നുമില്ലാതെ
ചെയ്യാതെ 9 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇന്ത്യയിലെ മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം, ന്യൂനപക്ഷ സമുദായങ്ങൾ അനുഭവിക്കുന്ന വേട്ടയ്ക്കെതിരെ ഞങ്ങൾ ഇവിടെ ഒരു സെമിനാറോ സംഗമമോ നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? അപർണ, CAA-ക്കെതിരെ ഏതെങ്കിലും ഒരു നിയമസഭ ഒരുമിച്ചിരുന്ന് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കേരള നിയമസഭ മാത്രമാണ്. അതുപോലെ ഏക സിവിൽ കോഡ് വരുന്നു. പ്രതിപക്ഷമാണ്. അല്ല, മുമ്പോട്ട് വെച്ചത് പ്രതിപക്ഷം അല്ല, എന്ത് മുന്നോട്ട് വെച്ചു എന്നുള്ളതല്ലല്ലോ. അല്ല, നിയമസഭയിൽ ഇക്കാര്യം ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ CAA നിയമത്തിനെതിരെ ഒരു നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അത് കേരള നിയമസഭയാണ്. അതിൽ പ്രതിപക്ഷം പറഞ്ഞിട്ടല്ലോ. സഭാ സമ്മേളനം വിളിക്കുന്നത് സഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കറാണ്. അല്ലാതെ പ്രതിപക്ഷം പറയുമ്പോ സഭ വിളിക്കാൻ ഇത്ര മറന്നുപോകുന്ന ആളുകളൊന്നും അല്ല നമ്മൾ. അതല്ല, ഏത് റൂൾ അനുസരിച്ചാ പ്രതിപക്ഷം പറയുമ്പോ സഭ വിളിക്കേണ്ടത്? ചോദിക്കട്ടെ, മറുപടി വരുമോ? ഹലോ, ചോദിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ബീഹാറില് വലിയ ഒരു യാത്ര നടത്തിയല്ലോ. കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ മുഴുവൻ അതിൽ പങ്കെടുത്തു. നമ്മുടെ മുഖ്യമന്ത്രി മാത്രം ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അത്ര വലിയൊരു മുന്നേറ്റമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത്. 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും അവിടെ പങ്കെടുത്തത്. ആ ഇപ്പൊ സ്റ്റാലിൻ പങ്കെടുത്തു, അതുപോലെ തന്നെ പല മുഖ്യമന്ത്രിമാരും അതിൽ പങ്കെടുത്തു. പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മാത്രം അവിടെ പങ്കെടുത്തില്ല. അതായിരുന്നല്ലോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോരാട്ടം. ഇടതുപക്ഷം നടത്തുന്നത് ഇരട്ടത്താപ്പല്ലേ? പറയുന്നത് ഉത്തരേന്ത്യ, ഇവിടെ കോൺഗ്രസിനെ വിഷയം അറിയിക്കുന്നില്ല, അവിടെ ബീഹാറിൽ ഭാഗത്തോട്ട് വരുന്നില്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘത്തിന് ശേഷം ഒരു ന്യൂനപക്ഷ സംഘം. എല്ലാം രാഷ്ട്രീയം, എല്ലാം വോട്ടിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു പോകില്ലേ? അപർണ, ഇതിൽ കാണേണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ക്ഷണിച്ചിട്ടുണ്ട്. പങ്കെടുക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ന്യൂനപക്ഷ സംഗമത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ വകുപ്പ് നടത്തുന്ന ആ സംഗമത്തിൽ നിശ്ചയമായും സെമിനാറിൽ നിശ്ചയമായും കേരളത്തിലെ പ്രതിപക്ഷത്തെയും ഇതര മത സാമുദായിക നേതാക്കന്മാരെയും നിശ്ചയമായും വിളിക്കും എന്നുള്ളതിനൊരു സംശയം വേണ്ട. അവരുടെ അഭിപ്രായം കേൾക്കുക, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ വോട്ടോറി യാത്രയിൽ CPM-ന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ആ വോട്ടോറി യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സമര പരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളതൊരു ആക്ഷേപം ഉന്നയിക്കേണ്ട വിഷയമേ അല്ല. അപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ടധികാര യാത്രയെ സംബന്ധിച്ച് CPM-ന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനുള്ളത്, CPIM-നുള്ളത്. CPI-യുടെയും CPM-ന് സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും വോട്ടധികാര യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതൊക്കെ നമുക്ക് മറച്ചു വെക്കാനാവില്ല. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. കാരണം മൂന്നാം ഘട്ടത്തിലും ഇടതുപക്ഷം അധികാരത്തിലെത്താൻ പോകുന്നതിന്റെ സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകെ നനഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ആകെ അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നിരയ്ക്ക് ഒരു തരത്തിലും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും അവരുന്നയിക്കുന്ന വിഷയങ്ങളെയും അവരുന്നയിച്ച വികസനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളെയും തകർക്കാനാവുന്നില്ല എന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഈ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഏതോ പ്രായച്ചിത്ത പരിപാടിയാണെന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുക. ന്യൂനപക്ഷ സംഘടനകളെ പ്രീണനം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുക. അല്ല, നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യം മാത്രമാണ്.
എന്റെ അവസരത്തിൽ പറയാം, ഞങ്ങളുടെ വാദമേ അതേ അല്ല. ഞാൻ തിരികെ ബീൻ ഹസ്കർ ഞാൻ വരാം, താങ്കൾ കുറച്ച് സമയം ഉള്ളതെന്നുള്ളത്. വസന്ത്,